ശബരിമല അയ്യപ്പസ്വാമിക്ക് നാളെ പള്ളിവേട്ട. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളത്ത് എന്നിവയാണ് 8ാം ഉത്സവമായ ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. 11ാം തീയതി പമ്പയിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഉത്സവബലിയും വിളക്കിനെഴുന്നള്ളിപ്പും ശ്രീഭൂതബലിയും ദർശിച്ച നിർവൃതിയിലാണ് ഭക്തർ. ഇനി നാളെ ഭഗവാന്റെ പള്ളിവേട്ട. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പള്ളിവേട്ട ചടങ്ങുകൾ. രാത്രി ശ്രീഭൂതബലിക്കും വിളക്കിനെഴുന്നള്ളിപ്പിനും ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് പുറപ്പെടും. ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ചെറുവനത്തിലാണ് പള്ളിവേട്ട നടക്കുന്നത്. ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളും. വാളും പരിചയമേന്തി കുറുപ്പുമാരും അമ്പും വില്ലുമേന്തി വേട്ടക്കുറുപ്പും ഒപ്പമുണ്ടാകും. പള്ളിവേട്ട കഴിഞ്ഞതിനാൽ അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ നാളെ ശ്രീകോവിലിന് പുറത്ത് പ്രത്യേക മണ്ഡപത്തിലാണ് ഭഗവാന്റെ പള്ളിയുറക്കം. തിരക്ക് കുറവായതിനാൽ ഇന്ന് വരെയെത്തിയ ഭക്തർക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമായതിന്റെ സന്തോഷം. നന്നായിരുന്നു, ഭംഗിയായിട്ട് വരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ദർശനം. ഈ ഉത്സവ സമയത്തുള്ള ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കില്ലാണ്ട് ദർശനം. പക്ഷെ പൊതുവെ കാഴ്ചയിൽ അന്യസംസ്ഥാനക്കാരാണ് കൂടുതൽ. മണ്ഡലാല തിരക്ക്, അത് കഴിഞ്ഞ് മണ്ഡലാലത്തെ വരവ് നിർത്തി മാസപൂജയ്ക്കാക്കി മാറ്റി വരവ്, അങ്ങനെയാക്കി. അതിൽ വളരെ സൗകര്യമാണ്. സുഖമായിട്ട് നിന്ന് തൊഴുതു, കുറച്ചു നേരം നിന്ന് തൊഴുതു. അതിന്റെ വലിയൊരു സന്തോഷം. ഞങ്ങൾ 4 പേര്. ഇന്ന് രാത്രി ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം വിളക്കിനെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കും. വെളുന്നല്ലൂർ മണികണ്ഠൻ ആനയാണ് ഭഗവാന്റെ തിടമ്പേറ്റുന്നത്. പൈങ്കുനി ഉത്രം ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് യാത്ര തിരിക്കും. വൈകിട്ട് അമ്പലപ്പുഴ ക്ഷേത്രനടയിൽ കെട്ടുനിറച്ചാണ് 100-ൽ പരം സ്വാമിമാരടങ്ങുന്ന അമ്പലപ്പുഴ സംഘം സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. ജനം സന്നിധാനം.